സാർ 2020 KSRTC 2021 മുതൽ 26 ജനുവരി വരെ ആകെ 662 പുതിയ ബസ്സുകൾ KSRTC 134, സ്വിഫ്റ്റ് 528 നിരത്തിലിറക്കിക്കൊണ്ട് സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. കാലപ്പഴക്കം ചെന്ന ബസ്സുകളെ കണ്ടം ചെയ്ത് പുതിയ വാങ്ങുന്നതിൻ്റെ ഭാഗമായി ആധുനിക DSL BS6 ബസ്സുകൾ വാങ്ങുന്നതിനുള്ള വിഹിതം 127 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സാർ, കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുവാനും പ്രതിമാസ പ്രവർത്തന നഷ്ടം കുറയ്ക്കുന്നതിനും KSRTC ചെയ്യുന്ന ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. KSRTCയുടെ കീഴിലുള്ള നിലവിലെ വാഹനങ്ങളെല്ലാം കൂടുതൽ പ്രവർത്തനക്ഷമമാക്കേണ്ടതുണ്ട്. ഈ നേട്ടം കൈവരിക്കുന്നതിന് വർക്ക്ഷോപ്പ്, ഡിപ്പോകൾ എന്നിവയുടെ ആധുനികവൽക്കരണം എന്ന പദ്ധതിക്ക് 45.72 കോടി രൂപ വകയിരുത്തുന്നു. KSRTC ഗവേണൻസ് പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുന്നതിന് ആവശ്യമായ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ പരിഷ്കരണങ്ങൾക്കായി 12 കോടി രൂപ വകയിരുത്തുന്നു. KSRTC ശമ്പളവും പെൻഷനും കൃത്യമായി നൽകുന്നുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം ലഭിക്കുന്നു എന്നുള്ളത് മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല മെച്ചപ്പെട്ടൊരു കാര്യമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. സാർ, വിവിധ ബസ് സ്റ്റാൻഡുകൾ മലപ്പുറം, തൃശ്ശൂർ, ഇടുക്കി, എറണാകുളം, ചങ്ങനാശ്ശേരി, കൊട്ടാരക്കര, കായംകുളം, ചെങ്ങന്നൂർ, ആറ്റിങ്ങൽ എന്നിവയുടെ പ്രീഫാബ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സാർ, മോട്ടോർ വാഹന വകുപ്പിൻ്റെ റോഡ് ഗതാഗത സുരക്ഷാ പ്രവർത്തനങ്ങൾ എന്ന പദ്ധതിക്കായി 18.62 കോടി വെക്കുന്നു. ഉൾനാടൻ ജലഗതാഗതം ഒരു മൾട്ടി മോഡൽ ഗതാഗത ശൃംഖല വികസിപ്പിക്കുക എന്നത് സംസ്ഥാനത്തിന് പ്രധാന കാഴ്ചപ്പാടാണ്. നമ്മുടെ ജലചാലികളുടെയും നാവിഗേഷൻ വികസിപ്പിക്കുന്നതിനും മെച്ചപ്പെടുന്നതിനും കേരളം മുൻഗണന നൽകിയിട്ടുണ്ട്. കൂടുതൽ യാത്രക്കാരെയും ചരക്ക് ഗതാഗതവും ആകർഷിക്കുന്നതിനായി വെസ്റ്റ് കോസ്റ്റ് കനാൽ പൂർത്തീകരണത്തിന് പ്രാധാന്യം നൽകുന്നു. 138 കോടി രൂപ ഇതിനായിട്ട് മാറ്റിവെക്കുന്നു. ജലഗതാഗത വ്യവസ്ഥനായി 33.11 കോടി രൂപയും ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് കോർപ്പറേഷന് വേണ്ടി 9.76 കോടി രൂപയും കോസ്റ്റൽ ഷിപ്പിങ്ങിന് 95.27 കോടി രൂപയും മാറ്റിവെക്കുന്നു. ജലഗതാഗതത്തിൻ്റെ പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും ഇന്ധനക്ഷമതയുള്ള പുതിയ വെസലുകൾ വാങ്ങുന്നതിനും 28.11 കോടി രൂപ മാറ്റിവെക്കുന്നു. ഉൾനാടൻ കനാലുകളുടെ കനാൽ പദ്ധതിയുടെ സംസ്ഥാന മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് 70.8 കോടി രൂപ മാറ്റിവെക്കുന്നു. ഫീഡർ കനാലുകളുടെ വികസനത്തിന് 23 കോടി രൂപയും തീരദേശ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷന് 95.27 കോടി രൂപയും മാറ്റിവെക്കുന്നു. സാർ, മറ്റ് ഗതാഗത സർവീസുകൾ. സാർ, കൊച്ചി മെട്രോ 2-ാം ഘട്ടത്തിലുള്ള EAP ഘടകമായി 79.03 കോടി രൂപ മാറ്റിവെക്കുന്നു. EAP വിഹിതമായി 136. സാർ, നഗര മൊബിലിറ്റി പ്രദേശങ്ങളിലെ ഗതാഗത വികസനം, പ്രവർത്തനം, പരിപാലനം, നിരീക്ഷണം, മേൽനോട്ടം എന്നിവയ്ക്കായുള്ള ഉത്തരവാദിത്തപ്പെട്ട ഏകോപന അതോറിറ്റിയായ കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് 3 കോടി മാറ്റിവെക്കുന്നു. ശബരിമല ഗ്രീൻഫീൽഡ് പ്രവർത്തനങ്ങൾക്കായിട്ട് ഈ വർഷം 4.96 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, വിനോദസഞ്ചാരം. സാർ, കേരളം സന്ദർശിക്കുന്ന വിദേശ സഞ്ചാരികളുടെ എണ്ണം 2023 6.5 ലക്ഷത്തിൽ നിന്നും 2024 7 ലക്ഷമായിട്ട് ഉയർന്നു. പൈതൃക സാംസ്കാരിക ടൂറിസത്തിൻ്റെ പ്രചരണം, ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതികൾ, ഡിസൈൻ പോളിസിയുടെ നടപ്പാക്കൽ, ടൂറിസം ഹബ്ബുകളുടെ വികസനം, മാർക്കറ്റിംഗ്, ഉത്തരവാദിത്ത ടൂറിസം എന്നിവയാണ് 2026-27 ബജറ്റിലെ പ്രധാന മുൻഗണനാ മേഖലകൾ. വിനോദസഞ്ചാര മേഖലയുടെ വിഹിതം മുൻവർഷം 385.02 കോടി രൂപയായിരുന്നത് 413.52 കോടിയായി വർദ്ധിപ്പിക്കുന്നു. സാർ, ടൂറിസം മേഖലയുടെ വികസനത്തിന് ടൂറിസം സർക്യൂട്ടുകൾക്ക് അനന്ത സാധ്യതകളാണുള്ളത്. ടൂറിസം സർക്യൂട്ടുകൾ വികസിപ്പിക്കുന്നതിനായി സർക്കാർ പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഇതിൻ്റെ ആദ്യഘട്ടമായി കണ്ണൂരിലെ ധർമ്മടത്തിന് ചുറ്റും ഒരു സംയോജിത ബ്ലൂ ഗ്രീൻ ഇൻ്റഗ്രേറ്റഡ് ടൂറിസം സർക്യൂട്ട് സ്ഥാപിക്കും. ധർമ്മടം നദി ക്രൂയിസ് സർക്യൂട്ട്, ധർമ്മടം ദ്വീപ് വയോബ് റിസർവ്, വാക്കിംഗ് മ്യൂസിയം, മാൻഗ്രോവ് ഇൻഫർമേഷൻ സെൻറ്റർ എന്നിവ ഉൾപ്പെടുന്ന ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപ വകയിരുത്തുന്നു. കൊല്ലം ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ടിൻ്റെയും മലബാർ സർക്യൂട്ടിൻ്റെയും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾക്ക് 85 കോടി രൂപ ആയിട്ട് വർദ്ധിപ്പിക്കുന്നു. റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ 20 കോടി രൂപ നൽകുന്നു. കേരളത്തിലെ പരമ്പരാഗത ഉത്സവങ്ങൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങി ആകർഷമാക്കുന്നതിൻ്റെ ഭാഗമായി പൈതൃകം, പരിസ്ഥിതി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണത്തിനും പ്രോത്സാഹന പദ്ധതിക്ക് 29 കോടി രൂപ വകയിരുത്തുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് നവീകരിക്കുന്നതിനായി 159 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ബേപ്പൂർ, ഉരു, കൊച്ചി ഹെറിറ്റേജ് എന്നീ പുതിയ പ്രൊജക്റ്റുകൾക്ക് 5 കോടി രൂപ വീതം വകയിരുത്തുന്നു. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ 14.1 കോടി രൂപ വകയിരുത്തുന്നു. വിനോദസഞ്ചാര മേഖലയിൽ ഉൽപ്പന്നങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സബ്സിഡികൾ, ഇൻസെൻറ്റീവുകൾ നൽകുന്ന പദ്ധതിക്ക് 13.5 കോടി രൂപ വകയിരുത്തുന്നു. കുമരകം ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി ഹെലിപോർട്ട് നിർമ്മിക്കുന്നതിന് 5 കോടി രൂപയും PG ടൂറിസം പദ്ധതി PPP മോഡലിൽ വികസനം നടത്തുന്ന പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഉള്ള പഠനത്തിനായി 1 കോടി രൂപയും വകയിരുത്തുന്നു. നമ്മുടെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കുന്ന മുസിറിച്ച് ഹെറിറ്റേജ് സ്പൈസസ് റോഡ് പദ്ധതി, റിവർ ക്രൂയിസ് ഹെറിറ്റേജ് പദ്ധതി എന്നിവയ്ക്ക് 14 കോടി രൂപയും കൊച്ചിൻ വൈപ്പിൻ മേഖലയിൽ ഓഷനറിയം പദ്ധതിയുടെ പഠനത്തിനായി 1 കോടി രൂപയും വകയിരുത്തുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ മാതൃകയിൽ ആരംഭിച്ച ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സംസ്ഥാനത്ത് 14 സ്ഥലങ്ങളിൽ നടത്തുന്നതിനായി 10.46 കോടി രൂപ വകയിരുത്തുന്നു. കൊല്ലം ജില്ലയുടെ ടൂറിസം വികസിപ്പിക്കുന്നതിനും അറബിക്കടലിലൂടെ ആഗോള ടൂറിസം ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നതിനും കൊല്ലത്തൊരു മറീന നിർമ്മിക്കാൻ ആരംഭിച്ച പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 6 കോടി രൂപയും
അഷ്ടമുടി കായലിന് ചുറ്റും സൈക്കിൾ ട്രാക്ക് വികസിപ്പിക്കാൻ 10 കോടി രൂപയും മൺട്രോ തുരുത്തിലെ ടൂറിസം വികസനത്തിനായി 5 കോടി രൂപയും കൊല്ലം ഏഷ്യത്തിന് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് 10 കോടി രൂപയും വകയിരുത്തുന്നു. സർ, തീർത്ഥാടന ടൂറിസം 447 വർഷം പഴക്കമുള്ള കോട്ടയം ചെറിയപള്ളി മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. കോട്ടയം ചെറിയപള്ളിയെ തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് 2 കോടി രൂപ വകയിരുത്തുന്നു. കട്ടപ്പന കല്യാണത്തുണ്ട് പദ്ധതിയെ ടൂറിസം ഹബ്ബാക്കി മാറ്റുന്ന അഞ്ചുരുളി ടൂറിസം വികസനത്തിന് ആവശ്യമായ പണം അനുവദിക്കുന്നു. സർ, മങ്ങാട്ടുപാറ സോഫ്റ്റ് അഡ്വഞ്ചർ ടൂറിസം പദ്ധതിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് 1 കോടി രൂപ മാറ്റിവെക്കുന്നു പ്രാഥമിക പ്രവർത്തനങ്ങളായിട്ട്. സർ, ശാസ്ത്ര സേവനങ്ങളും ഗവേഷണവും സുശക്തമായ ഒരു ശാസ്ത്ര സാങ്കേതിക മേഖല വാർത്തെടുക്കാനുള്ള പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്നത്. ഈ മേഖലയ്ക്കുള്ള ആകെ വിഹിതം 228.83 കോടിയിൽ നിന്നും 260.78 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സർ, കേരളത്തിൻ്റെ ശക്തമായ വിദ്യാഭ്യാസ അടിത്തറ, വൈവിധ്യമാർന്ന ജൈവവൈവിധ്യം, പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രതിബദ്ധത എന്നിവ പ്രയോജനപ്പെടുത്തി സുസ്ഥിര വികസനത്തിനുള്ള ഒരു സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന പേരിൽ കണ്ണൂരിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായിട്ട് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായിട്ട് 102.78 കോടി രൂപ മാറ്റിവെക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിക്ക് 60 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. ക്യാൻസർ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പുലിയനാർകോട്ടയിലെ പുതിയ ക്യാമ്പസ് ഉൾപ്പെടെ ഉള്ള പ്രവർത്തനത്തിന് 90 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിന് 8 കോടി രൂപ. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ ആരോഗ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി രൂപീകരിക്കുന്നതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, വൈവിധ്യ ബോർഡിന് 13 കോടി രൂപയും മലിനീകരണ നിയന്ത്രണ ബോർഡിന് 3 കോടി രൂപയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷന് 1 കോടി രൂപയും ജൈവവൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ 13 കോടി രൂപയും മാറ്റിവെക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.